അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദെ, വളരെ റാഹത്തായ ക്ലാസ് ആയിരുന്നു ഉസ്താദെ. സന്തോഷമാണ് ഇന്നലത്തെ ഇന്നൊക്കെ. ഈ പുതുമഴ നനയല് സുന്നത്താണെന്ന് പറഞ്ഞു. അത് എല്ലാ പുതുമഴയും ആണോ, അതല്ല ഇസ്തിസ്ഖാ നിസ്കാരം നിർവഹിച്ചതിന് ശേഷം ലഭിച്ച ഇതാണോ എന്നതാണ് ചോദ്യം ഉസ്താദെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. പൊതുവാ ഇസ്തിസ്ഖാ നിസ്കാരം നിർവഹിച്ചതിന്റെ ശേഷം ലഭിക്കുന്ന മഴ മാത്രല്ല, മഴ ഇല്ലാത്ത കാലം ഇടക്ക് കിട്ടുന്ന മഴയായാലും വേണ്ടില്ല, വർഷക്കാലം തുടക്കത്തിൽ ആരംഭത്തിൽ വയ്ക്കുന്ന മഴയായാലും വേണ്ടില്ല, ഒക്കെ പെട്ട്. മഴ ഇല്ലാത്ത സമയത്ത് മഴ ലഭിക്കാൻ തുടങ്ങുമ്പോൾ ആണ് ഈ സുന്നത്ത്. അത് നമ്മൾ നിസ്കരിച്ച് ദ്വാരുന്നിട്ട് കിട്ടിയാൽ മാത്രം അല്ല, ഏതാണെങ്കിലും ആദ്യത്തെ ദ്വാക്ക് മഴക്ക് പ്രത്യേകം സുന്നത്താ. എന്നാൽ എല്ലാ മഴയും പ്രത്യേകം എതിറില്ലെങ്കിൽ, അഥവാ ജലദോഷം രോഗം പോലത്തെ മഴ കൊണ്ടാൽ ബുദ്ധിമുട്ടുണ്ടാവൂലെങ്കിൽ മൊത്തത്തിൽ തന്നെ മഴ തുള്ളി കുറച്ചെങ്കിലും കൊള്ളൽ സുന്നത്തുണ്ട്. അപ്പൊ പുതുമഴ പ്രത്യേകം സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്തതായും സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടയിൽ വെച്ച് ചെയ്തതായും ഒക്കെ ഹദീസിലുണ്ട്. അത് നിസ്കരിച്ചിട്ടോ ദ്വാരുന്നിട്ടോ കിട്ടിയ മഴക്ക് മാത്രമല്ല, ഏത് പുതുമഴക്കും സുന്നത്ത് തന്നെ. രണ്ട് ചോദ്യമുണ്ട് സോരി ഉസ്താദെ, അതും കൂടി ചോദിച്ചിട്ട് ചെയ്യാം. ഉസ്താദെ, നേരത്തെ ഈ ഉസ്താദ് ചൊല്ലിയതില് ഇല്ലാഹുവൽ ഹയ്യൽ ഖയ്യൂം എന്നാ എനിക്ക് കേട്ടത്. ഹയ്യുൽ ഖയ്യൂം എന്നാണ് ഹയ്യ എന്നാണ് ഉസ്താദെ, അല്ല കട്ടുണ്ടായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് വിശദീകരിച്ചു തന്നായിരുന്നു. അസ്സലാമു അലൈക്കും. അസ്തഗ്ഫിറുല്ലാഹ എന്ന് പറഞ്ഞ അസ്തഗ്ഫിറൂന മഫ്ഊലാണല്ലോ അല്ലാഹ. ആ അല്ലാഹ എന്ന മഫ്ഊലിന് സിഫത്തായിട്ടാണ് അൽ ഹയ്യൽ ഖയ്യൂമ എന്ന് പറയും. ഹയ്യും ഖയ്യൂമുമായ അള്ളാഹുവിനോട് അലീം എന്നത് യഥാർത്ഥത്തിൽ യാനത്തിലോ തർശീലോ കണ്ടിട്ടില്ല. അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യൽ ഖയ്യൂം എന്നാണ്. എന്നാല് നിഹായത്ത് സൈനുകാരൻ കൊടുത്തോടത്ത് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് കൂടിയുണ്ട്. ഏതായാലും അല്ലാഹ എന്ന മഫ്ഊലിന് സിഫത്തായത് കൊണ്ടാണ് അൽ ഹയ്യൽ ഖയ്യൂമ എന്ന് നസ്ബ് കൊണ്ട് വായിച്ചത്. ഓക്കെ, പണ്ട് പറഞ്ഞേക്ക് ഇത് കേക്കാത്ത എനിക്ക് മനസ്സിലായി. നിങ്ങൾ ധൈര്യമായിട്ട് ചോദിച്ചോളി, കട്ടൊന്നും ഇല്ല. ഇനി നിങ്ങൾക്ക് അവിടെ ഒരു മസാല സംശയം ഉള്ളത് കൊണ്ട് അങ്ങനെ ചോദിക്കാനൊന്നും കേടില്ല. അതുകൊണ്ടൊന്നും ഒത്തുക്കരയാവൂല. മനസ്സിലായില്ലേ? ഉസ്താദന്മാരോട് ചോദിക്കണോണ്ട് ഒത്തുക്കരയൊന്നും ആവൂല. അതല്ലാതെ ഈ വാദപ്രതിവാദത്തിനൊക്കെ വന്നു കാണ്ടി കണ്ട വഹാബികളൊക്കെ ഉണ്ടല്ലോ, ഓരോരോ എന്നാ വായന വായിക്കണ്, അപ്പോഴായി ഒത്തുക്കരയാവല്. മനസ്സിലായില്ലേ? വളരെ സന്തോഷം. അതന്നെ സംഭവം. ഒറ്റക്കറാണ് ഞാൻ അർത്ഥത്തിലാണ്. സാറേ, ഈ നീയത്തില് നീയത്തില് വിത്റിൽ നിന്നുള്ള 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്നോ, അതുപോലെ തറാവീഹില് 2 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുന്നു എന്നോ, അല്ലെങ്കിൽ തറാവീഹിൽ നിന്നുള്ള 2 വിത്ർ റക്അത്ത് എന്നോ, അതിൽ ഏതിലാണ് ഉസ്താദെ? ഇതിൽ നിന്ന് എന്നതിൽ തറാവീഹിലും പറയേണ്ടതുണ്ടോ, അല്ല വിത്റിൽ നിന്ന് മാത്രമാണോ? അത് എന്തിനാ ഉസ്താദ് പറഞ്ഞു വിശദീകരിച്ചു തന്നായിരുന്നു. അസ്സലാമു അലൈക്കും. രണ്ടിലും തറാവീഹിലായാലും വിത്റിലായാലും മിനത്തറാവീഹി മിനൽ വിത്രി എന്ന് റക്കായത്തിന്റെ എണ്ണം വ്യക്തമാക്കി വിത്റിൽ നിന്ന് 2 റക്കായത്ത് അല്ലെങ്കിൽ തറാവീഹിന് 2 റക്കായത്ത് എന്ന് പറയൽ ഉത്തമമാണ്, അഫ്ളലാണ്. തറാവീഹ് ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതിയാൽ തന്നെ മതി. കാരണം തറാവീഹ് എന്നത് 2 റക്കായത്ത് സഹീഹ് തന്നെ ആവുള്ളൂ. അപ്പൊ 2 റക്കായത്ത് തറാവീഹിൽ നിന്നുള്ള 2 റക്കായത്ത് എന്ന് കരുതിയാലും തറാവീഹ് എന്ന് കരുതിയാലും രണ്ടും ഒരേ അർത്ഥമാണ്. പക്ഷേ
റക്കാത്തിന്റെ അതതിനെ വെളിവാക്കൽ സുന്നത്തുണ്ടല്ലോ. ഏത് എല്ലാ നിസ്കാരത്തിന്റെയും നിയ്യത്തിന്റെ സുന്നത്തുകളിൽ പറഞ്ഞതാണ് റക്കാത്തിന്റെ എണ്ണം വെളിവാക്കുക. ആ നിരക്ക് എണ്ണം വെളിവാക്കിയിട്ട് കരുതുമ്പം 2 റക്കാത്ത് തറാവീഹ് എന്നോ തറാവീഹിൽ നിന്നും 2 റക്കാത്ത് എന്നോ വ്യക്തമാക്കൽ സുന്നത്തുണ്ട്. അത് വ്യക്തമാക്കാതെ തറാവീഹ് നിസ്കരിക്കുന്നു എന്ന് തന്നെ കരുതിയാലും സംഗതിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഉത്തമം അതാണ്. ഏത് റക്കാത്തിന്റെ അതത് വ്യക്തമാക്കിക്കൊണ്ടുള്ള നിയ്യത്താണ് നല്ലത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചെറിയൊരു ചോദ്യമാണ് ഉസ്താദേ, പിന്നെ സ്ഥലത്താവെന്നറിയില്ല. ഈ സ്വലാത്തുൽ ഇസ്തിസ്ഖാവ്, സലാത്തുൽ ഖുസൂഫൈനി, ഇന്നത്തെ സലാത്തുൽ ഇസ്തിസ്ഖാവിന്റെ വിശദീകരണത്തില് പിന്നെ അന്യനാട്ടിൽ വെള്ളമില്ലെങ്കിൽ നമുക്ക് ഇവിടെ നിസ്കരിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു ഖുതുബയോ മറ്റുള്ള അതുമായി ബന്ധപ്പെട്ടൊന്നും നടക്കുന്നില്ലെങ്കിൽ കേവലം മാത്രം 2 റക്അത്ത് ഞാൻ നിസ്കരിച്ച് അങ്ങനെ ഈ അസ്തഗ്ഫിറുല്ലാഹ് തുടങ്ങിയിട്ടുള്ള ദിക്ർ കൊണ്ട് ദുആ ചെയ്താൽ ഖുതുബയില്ലാതെ നിലക്ക് തന്നെ, ഖുതുബ സുന്നത്താണല്ലോ, നിസ്കാരം സുന്നത്താണ്, അതിന് പ്രത്യേകമായി ഈ മായനത്തേടെ നിസ്കാരത്തിന്റെ കൂലി തന്നെ കിട്ടുമോ? ഇപ്പൊ ഇവിടെ ആയതുകൊണ്ട്, ഇപ്പൊ പള്ളിയും മറ്റൊന്നും ചിലപ്പം ജോലി സ്ഥലത്ത് പോകാത്തത് കൊണ്ട് പെട്ടെന്ന് നിസ്കരിക്കാൻ വേണ്ടി 2 റക്അത്ത് നിസ്കരിച്ച് മാനത്തേടെ നിസ്കാരം എന്ന് പറഞ്ഞിട്ട്, എന്നാൽ ഈ ഖുതുബയൊന്നും കൂടാതെ നിൽക്കാകുന്നത് കൊണ്ട് അതിന് ഇസ്തിസ്ഖാഇന്റെ നിസ്കാരത്തിന്റെ കൂലി ലഭ്യമാകുമോ എന്നാണ് ചോദ്യം. മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അത് നല്ല കാര്യമായ ചോദ്യ സൂര്യ, നല്ല ചോദ്യാണ്. അത് പറയേണ്ടതായിരുന്നു. കാരണം അങ്ങനെ എല്ലാം കൂടി ഒന്നും ഓർമ്മ ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ ഇത് പറയാം, കിതാബിലുള്ളത് മത്തിനിലോട്ട് വന്നിട്ടുമില്ലല്ലോ. 3 നിലക്കാണ് ഇസ്തിസ്ഖായിനെ പറ്റി പറഞ്ഞത്. മനസ്സിലായില്ലേ? ഇസ്തിസ്ഖാന്റെ അഖല്ലായ രൂപം, കാമിലായ രൂപം, അക്മലായ രൂപം, ഇങ്ങനെ 3 രൂപങ്ങളുണ്ട്. അതിൽ അക്മലായ രൂപമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. എങ്ങനെ തൗബയൊക്കെ ചെയ്ത് അതുപോലെ തന്നെ അക്രവാടുകളൊക്കെ വീട്ടി സദഖ ചെയ്ത് 3 ദിവസം നോമ്പ് വെച്ച്, പിന്നെ 4-ാമത്തെ ദിവസം നോമ്പ് നോറ്റുകൊണ്ട് പുറപ്പെട്ട് മൈതാനിയിൽ ഒരുമിച്ച് കൂടി ജമാഅത്തായി നിസ്കരിച്ചതിന് ശേഷം ഖുതുബ നിർവഹിച്ചു, പ്രത്യേകം ദുആ ചെയ്ത്, അത് അക്മലായ രൂപമാണ്. ഇനി മറ്റൊരു രൂപമുണ്ട്. ഏതെങ്കിലും ഫർളോ സുന്നത്തോ ആയ ഒരു നിസ്കാരം നിർവഹിച്ച് ആ നിസ്കാരത്തിന്റെ ശേഷം ഇസ്തിസ്ഖായിന് വേണ്ടി ദുആ ചെയ്യുക, അഥവാ മഴ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുകയും ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്ത് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യുക എന്ന് പറയുന്നു. 3-ാമത്തെ ഒരു അഖല്ലായ രൂപം മഴയ്ക്ക് വേണ്ടി ഇഖ്ലാസോട് കൂടി ദുആ ചെയ്യുക എന്നത്. ഇത് 3ഉം ഇസ്തിസ്ഖായിൽ സുന്നത്തായ രീതികളാണ്. മനസ്സിലായില്ലേ? തീരെ നിസ്കരിക്കാതെ, അതിനായിട്ട് പ്രത്യേകം ഒരു നിസ്കാരം നിർവഹിക്കാതെ ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനോട് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യുക എന്ന രീതി തന്നെ സുന്നത്തുള്ളതാണ്. അതിനെക്കാട്ടിലും നല്ലതാണ് 2 റക്അത്തെങ്കിലും സുന്നത്തെങ്കിലും നിസ്കരിച്ചിട്ട്, അല്ലെങ്കിൽ ഫർദ് നിസ്കാരത്തിന്റെ ശേഷം, അല്ലെങ്കിൽ ജുമാ നിസ്കാരത്തിന്റെ ശേഷം, അതല്ലെങ്കിൽ അതിനായിട്ട് 2 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം അള്ളാഹുവിനോട് പ്രത്യേകം ദുആ ചെയ്യുക. ഇതും ഈ ഇസ്തിസ്ഖാന്റെ സുന്നത്തായ രൂപങ്ങളിൽ പെട്ട ഒരു രൂപം. അവിടെ ഖുതുബല്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ഏറ്റവും പൂർണ്ണമായ രൂപമാണ് നേരത്തെ പറഞ്ഞേക്ക് ഈ നിബന്ധനകളൊക്കെ പാലിച്ച് നിസ്കരിച്ച് ഖുതുബയോതി ദുആ ചെയ്യുക എന്ന് പറയുന്നത്. 3 രീതിയിൽ ചെയ്താലും സുന്നത്തിന്റെ കൂലി കിട്ടും. 3ഉം ചെയ്യാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ചോദിക്കാൻ വിട്ടുപോയ, അന്ന് അവസരം കിട്ടാത്തതുകൊണ്ടായിരുന്നു ഞാൻ ഈ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്. ഒരാള് ഇപ്പൊ നമ്മളെ ഈ UAE പോലുള്ള രാജ്യങ്ങളിലൊക്കെ ചില പള്ളികളിലൊക്കെ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുന്നില്ല. 8 റക്അത്ത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം വിത്ർ നിസ്കരിച്ചു കൊടുക്കേണ്ട അവസ്ഥ വരികയാണ്. ഒരിടത്തും നിർബന്ധമായി ചെയ്യേണ്ട അവസ്ഥ ഉണ്ട്. അങ്ങനെ 8 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചു കഴിഞ്ഞ് വിത്റും നിസ്കരിച്ചതിന് ശേഷം, വിത്റിന് ശേഷം തറാവീഹ് പൂർത്തിയാക്കി നിസ്കരിക്കുന്നതിന് വല്ല തടസ്സമുണ്ടോ, അതിന് നിയമപരമായ വല്ല പ്രശ്നങ്ങളുണ്ടോ എന്ന് ഉസ്താദ് ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഒരു തടസ്സവുമില്ല.
ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമപ്രകാരം കുറെ നിസ്കരിച്ചു, തറാവീഹ് കുറെ നിസ്കരിച്ചു, പിന്നെ പ്രത്യേക സാഹചര്യം കൊണ്ട് വിത്ർ നിസ്കരിക്കേണ്ടി വന്നു. അതല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതെ തന്നെ വിത്ർ നിസ്കരിച്ചു, അതിനുശേഷം ബാക്കിയുള്ള തറാവീഹ് നിസ്കരിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ അഫ്ളലായ രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഇജാലു ആഖിറ സ്വലാത്തിക്കും ബില്ലൈലി വിത്റാ, രാത്രിയിൽ നിങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ അവസാനത്തത് വിത്റായിരിക്കട്ടെ എന്ന് പറഞ്ഞത് അത് അഫ്ളലാണെന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? അല്ലാതെ ഒരാള് തറാവീഹ് തീരെ നിസ്കരിക്കുന്നതിന് മുമ്പ് ഇശാ നിസ്കരിച്ച് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച ഉടനെ വിത്ർ നിസ്കരിച്ച് കൂട്ടിക്കോളി. അതിന്റെ ശേഷം പിന്നെ നിങ്ങളെ സൗകര്യം പോലെ സുബിയാണ് അതിന്റെ ഇടക്ക് തറാവീഹ് നിസ്കരിച്ചാലും കുഴപ്പമൊന്നുമില്ല, സുന്നത്ത് കിട്ടും. ഏറ്റവും നല്ലത് അവസാനം വിത്ർ ആകലാണ്. അപ്പൊ അതിന്റെ മുമ്പ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വിത്ർ നിസ്കരിക്കാന്നാണ്. അല്ലാതെ വിത്ർ ഇടക്ക് നിസ്കരിച്ചത് കൊണ്ടോ ഞാൻ ആദ്യം നിസ്കരിച്ചത് കൊണ്ടോ തറാവീഹിന് കുഴപ്പമൊന്നുമില്ല, ബാക്കിയുള്ളത് പിന്നെ നിസ്കരിച്ചാൽ മതി. അപ്പൊ അങ്ങനെയുണ്ട്. ചില സ്ഥലത്ത് നമ്മളെ ജോലി സംബന്ധമായൊക്കെ പ്രശ്നങ്ങളാണല്ലോ. അപ്പോ നമ്മൾ ആദ്യം തന്നെ 20 റക്അത്താണെന്ന് വിത്ർ തറാവീഹ് വിശ്വാസമുള്ളവരാ. ആ വിശ്വാസത്തോടു കൂടി 4 റക്അത്ത് നിസ്കരിച്ചാലും കൂലി കിട്ടുമല്ലോ. അങ്ങനെ ഇത് നിസ്കരിച്ച് വിത്ർ നിസ്കരിച്ച് മതിയാക്കിയാലും തെറ്റൊന്നുമില്ല. പക്ഷെ മതിയാക്കാതിരിക്കലാണല്ലോ ഹൈർ. കാരണം എന്നും കിട്ടൂലല്ലോ, റമദാനിലേ കിട്ടുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ സൗകര്യം പോലെ ഒന്നിരിക്കല് തറാവീഹിന് നമ്മൾ അത്താഴത്തിൽ എഴുന്നേൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ തഹജ്ജുദിന്റെ സമയത്തോ ഒക്കെ ആയിട്ട് ബാക്കി 20 പൂർത്തിയാക്കിയാൽ തറാവീഹിന് ഒരു കുഴപ്പമില്ല, സുന്നത്തിന്റെ കൂലി കിട്ടും. അപ്പൊ അങ്ങനെ ചെയ്യണം, അതാണ് നല്ലത്. അപ്പൊ വേണ്ടി വന്നാൽ ഇപ്പൊ നേരത്തെ വിത്ർ നിസ്കരിച്ചു പോയല്ലോ എന്നതുകൊണ്ട് നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല, തറാവീഹ് ബാക്കി നിസ്കരിക്കുന്നതിന് തടസ്സമില്ല, അങ്ങനെ ചെയ്യാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അത് മനസ്സിലായി ഉസ്താദെ. അങ്ങനെ ഇങ്ങനെ നമ്മൾ 2ാമത് വിത്ർ നിസ്കരിക്കുന്ന സമയത്ത് പിന്നെ ഒരു വട്ടം വിത്ർ നിസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെ ഇരട്ടയാക്കണം എന്നുള്ളൊരു നിയമം പൊതുവെ പറഞ്ഞു കേൾക്കാം. അപ്പൊ പിന്നെ നമ്മൾ വേറെ തറാവീഹ് നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കരിച്ച 3 റക്അത്തായി നിസ്കരിച്ച വിത്റിനെ 1 റക്അത്ത് കൂടി നിസ്കരിച്ച് ഇരട്ടയാക്കി ബാക്കി പിന്നെ തറാവീഹ് നിസ്കരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം. അങ്ങനെയില്ല. ഷാഫി മദ്ഹബ് അനുസരിച്ച് വിത്റിനെ ഒരട്ടനെ ഇരട്ടയാക്കണ്ട, മനസ്സിലായില്ലേ? അത് പാടില്ല എന്നാണ് നമ്മളെ മദ്ഹബ്. ഹനഫികൾ ചിലപ്പോ അങ്ങനെ ചെയ്യുന്നത് കാണാം, എന്നാൽ നമ്മളെ മദ്ഹബിൽ അങ്ങനെ ഇല്ല. നേരത്തെ വിത്ർ നിസ്കരിച്ചുകൊണ്ട് വിത്ർ കഴിഞ്ഞു, ഖലാസ് ഹല്ലിയല്ലേ, വിത്ർ കഴിഞ്ഞു, 2ാമത് വിത്ർ ഇല്ല. തന്നെയല്ല, ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി വിരോധിച്ചതായി സഹിയായ ഹദീസ് ഉണ്ട്. ലാ വിത്റാനി ഫീ ലൈല, ഒരു രാത്രി 2 വിത്ർ പാടില്ല. അപ്പം നേരത്തെ നിസ്കരിച്ച വിത്ർ തന്നെ മതി, അത് കഴിഞ്ഞാട്ടെ ഹല്ലി, അത് വിട്ടാളി. പിന്നീട് എന്ത് ചെയ്യാം? തറാവീഹ് ബാക്കിയുള്ള നിസ്കരിച്ചാൽ മാത്രം മതി. പിന്നെ 2ാമത് എന്താക്കേണ്ടതില്ല, വിത്ർ നിസ്കരിക്കേണ്ടതില്ല. അപ്പൊ അവസാനം വിത്റാകൽ സുന്നത്തുണ്ടല്ലോ, അതിനു വേണ്ടി നേരത്തെ നിസ്കരിച്ചതിനാണ്ട് ഇരട്ടയാക്കാൻ വേണ്ടിയിട്ട് എന്താക്കുക, 1 റക്അത്തും കൂടിയാണ് നിസ്കരിക്കുക. അങ്ങനെ നേരത്തെ ഒറ്റ ഇപ്പത്തെ ഒറ്റയും കൂടി ഇരട്ടയായി എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇല്ലാത്തത് ഇസ്ലാമിൽ എഴുതി ചേർക്കലാണ്. അതിന്റെ യാതൊരു ആവശ്യമില്ല. വിത്ർ ഒടുവിലാൽ നിർബന്ധമല്ല, മറിച്ച് സാധിക്കുമെങ്കിൽ രാത്രി അവസാനത്തെ വിത്റാകൽ സുന്നത്താണ്. പക്ഷെ അതിനിവിടെ സാങ്കേതികമായ അസൗകര്യമുള്ളത് കൊണ്ട് നേരത്തെ വിത്ർ നിസ്കരിച്ചു, ബാക്കി പിന്നീട് തറാവീഹ് നിസ്കരിക്കുന്നത് കൊണ്ട് തെറ്റില്ല, കറാഹത്തില്ല, ഒന്നുമില്ല. ഖിലാഫുൽ ഔല വരും, പ്രത്യേകിച്ച് ഉദ്ഹറില്ലെങ്കിൽ. ഉദ്ഹറുണ്ടെങ്കിൽ ഖിലാഫുൽ ഔല പോലും വരൂല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാനായിരുന്നു മൈക്ക് എടുക്കേണ്ടത്, DC ആണെന്ന് തോന്നുന്നുണ്ട്, ക്ഷമിക്കണം ബാക്കിയുള്ളവര്. പള്ളി കയറുമ്പോ ആദ്യമായിട്ട് തഹയ്യത്ത് നിസ്കരിക്കണമല്ലോ. അപ്പൊ അതിന്റെ കൂടെ ളുഹ അല്ലെ റവാത്തി പോലത്തെ സുന്നത്തുകൾ ഒരുമിച്ച് നിസ്കരിക്കുമ്പോ അതില് നിയ്യത്തില് ഏതിനാണ് തഖ്ദീം ചെയ്യേണ്ട ഫളീലത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആദ്യം തഹയ്യത്തോടു കൂടി റവാത്തിബിനെ നിസ്കരിക്കുമ്പോന്നോ അതോ അങ്ങനെ എന്തെങ്കിലും മുന്തിക്കല്, ആദ്യം തഹയ്യത്ത് വെച്ചിട്ട് പിന്നെ മറ്റുള്ള നിസ്കാരത്തിന് കരുതല് നിയ്യത്തിൽ കൊണ്ടുവരലാണോ ഫളീലത്ത്? അങ്ങനെ എന്തെങ്കിലും ഫളീലുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എങ്ങനെ ചെയ്താലും സഹിയാവും. അതായത് റവാത്തിബ് സുന്നത്തിന്റെ കൂടെ തഹിയ്യത്ത് നിസ്കരിക്കുന്നു എന്നോ തഹിയ്യത്തിന്റെ കൂടെ റവാത്തിബ് നിസ്കരിക്കുന്നു എന്നോ 2 കരുതിയാലും കുഴപ്പമൊന്നുമില്ല.
എന്നാൽ ളുഹ, കാരണം രണ്ടും മുഅക്കദായ സുന്നത്താണ്. ളുഹയും തഹിയ്യത്തും കൊള്ള നോക്കുമ്പോൾ ളുഹയേക്കാളും മുഅക്കദാണ് തഹിയ്യത്ത്. കാരണം തഹിയ്യത്ത് ഉപേക്ഷിക്കുന്നതിന് തൊട്ട് വിരോധം വരെ വന്നിട്ടുണ്ട്. അപ്പോ അഫ്ളലായതിനെ മുഅക്കദായതിനെ മുന്തിച്ച് മറ്റേതിനെ കൂട്ടലാണ് കൂടുതൽ നല്ലത്. അപ്പോ തഹിയ്യത്ത് മുഅക്കദാണ്, റവാത്തിബ് സുന്നത്ത് മുഅക്കദായതായിരിക്കും ചിലത്. അതിന്റെ കൂട്ടത്തിലാവുമ്പോൾ ആദ്യം മുഅക്കദിനെ മുന്തിച്ചിട്ട് അതിന്റെ കൂട്ടത്തിൽ മറ്റേതും കൂടി നിർവഹിക്കുന്നു എന്ന് കരുതിയാൽ കുറച്ചുകൂടി നന്ന്. മറിച്ചായതുകൊണ്ട് സഹിയാവാതിരിക്കുകയോ പ്രതിഫലം കിട്ടാതിരിക്കുകയോ ഇല്ല. ഹലോ, അസ്സലാമു അലൈക്കും. അബു ജംഷദ് കുറച്ചായിട്ട് മൈക്ക് എടുക്കുന്നില്ലല്ലോ, ഇപ്പൊ രണ്ടാമത്തെ ആളായി. അത് ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാം. ഞാൻ സംശയമുള്ളത്, ഒരു സ്ഥിരമായിട്ട് തിങ്കളും വ്യാഴവും നോമ്പ് നോക്കുന്ന ഒരാൾക്ക് റമളാൻ 1 ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച വന്നാൽ റമളാൻ 1-ന്റെ തലേദിവസം നോമ്പെടുക്കാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോ റമളാന്റെ തൊട്ട് മുമ്പ് ഉള്ള ദിവസം ഇതുപോലെ മുഅക്കദാ സുന്നത്ത് ദായിമ അല്ലെങ്കിൽ നേർച്ചയായിട്ടൊക്കെ നോറ്റ് വരുന്ന ആൾക്ക് അങ്ങനെ അത് നോക്കാൻ പാടുണ്ടോ, അതോ അത് ഒഴിവാക്കണോ, ഖളായിട്ട് പിന്നെ വീട്ടണോ എന്നാണ് സംശയം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ കള വീട്ടേണ്ടതോ മാറ്റിവെക്കേണ്ടോ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ വാപ്പ, റമളാനിന്റെ തൊട്ടു മുമ്പത്തെ ദിവസമാണെങ്കിൽ പോലും പതിവുള്ളവർക്ക് അതല്ലെങ്കിൽ മുഅക്കദായ സുന്നത്തുകളുള്ളവർക്ക് അത് നോറ്റാൽ യാതൊരു കുഴപ്പമില്ല, കറാഹത്തില്ല. അതൊന്നും ഇല്ലാതെ, അതായത് പതിവുള്ളതുമല്ല, കള വീട്ടുകയോ അല്ല, നേർച്ചയോ അല്ല, ഒന്നുമല്ലാതെ തൊട്ടു മുമ്പ് പാടില്ലാന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ സാധാരണ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് വെക്കുന്ന ആളാണ്. ഉദാഹരണം ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ചൊവ്വാഴ്ചയാണ് റമളാൻ 1, അപ്പൊ സ്വാഭാവികമായും ചൊവ്വാഴ്ചയുടെ തൊട്ടു മുമ്പ് തിങ്കളാഴ്ചയാണല്ലോ ഉണ്ടാകുക. അതുപോലെ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയാണ് റമളാൻ 1, എന്നാൽ സ്വാഭാവികമായും വ്യാഴാഴ്ച ആയിരിക്കുമല്ലോ ഉണ്ടാകുക. ഒരു കുഴപ്പമില്ല, കാരണം ആദത്തുള്ള നോമ്പാണ്, അത് നോൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനി അതല്ലെങ്കിൽ നേർച്ചയൊക്കെ നോമ്പാണ്, അതും നോൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ സബബുള്ളതോ അല്ലെങ്കിൽ വഖത്തുള്ളതോ ആയ നോമ്പാണെങ്കിൽ ഒന്നും, അല്ലെങ്കിൽ ആദത്തുള്ളതോ ആണെങ്കിൽ ഒരു കുഴപ്പം അതൊന്നുമില്ല. കളാ വീട്ടുമല്ല, നേർച്ചയല്ല, ആദത്തും ഇല്ല, ഒന്നുമില്ലാതെ പിന്നെ 15 കഴിഞ്ഞാൽ റമളാന്റെ തൊട്ട് മുമ്പ് ഒരു നോൽമ്പ്. ഇനി അല്ല ഒരാൾ അയ്യാമുൽ ബീദും അയ്യാമു സൂദും പതിവുള്ള ആളാണ് നോക്കിക്കോളി. അയ്യാമുൽ ബീദ് പറഞ്ഞാൽ 13, 14, 15. അയ്യാമു സൂദ് എന്ന് പറഞ്ഞാൽ 28, 29, 30. അയ്യാമുൽ ബീദ് സുന്നത്തുള്ളത് പോലെ അയ്യാമു സൂദും സുന്നത്താണ്. നമ്മൾ മനസ്സിലാക്കണ്ടേ, അയ്യാമു സൂദും സുന്നത്താണ്. അപ്പൊ അങ്ങനെ ഒരാൾ പതിവായിട്ട് അയ്യാമുൽ ബീദും അയ്യാമു സൂദും നോൽക്കുന്ന ആളാണ് നോക്കിക്കോളി. എന്നാ പിന്നെ 27, 28, 29, 30 നോൽക്കുമല്ലോ, ഒരു കുഴപ്പമില്ല. അങ്ങനൊന്നുമില്ല. അങ്ങനെ ഒരു ആദത്ത് വ്യാഴം വെള്ളിയും നോൽക്കുന്ന ആദത്തും ഇല്ല, അയ്യാമുൽ ബീദും അയ്യാമു സൂദ് നോൽക്കുന്ന ആദത്തും ഇല്ല, നേർച്ചയില്ല, കളാ വീട്ടാനും ഇല്ല, ഒന്നുമില്ലാതെ പിന്നെ ഒരു നോൽമ്പ്, അതൊരു തൂമ്പ് കതിര് വല്ലാണല്ലോ, അത് വേണ്ട, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. മനസ്സിലായില്ല? അസ്സലാമലൈക്കും ഉസ്താദ്. ഇത് എന്റെ ചോദ്യമാണ്, അന്തംഗമ്മിയില്ലാത്തൊരു ചോദ്യമല്ല ഉസ്താദെ. ഈ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട തമീമദ്ദാരി റളിയല്ലാഹുവിന്റെ മേലും ഉബൈദ് കബീർ റളിയല്ലാഹുവിന്റെ മേലും തറാവി 20 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി ഇമാമായി കൽപ്പിച്ചിരുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹു തറാവി ഇമാമോട് കൂടി നിസ്കരിച്ചതോ അല്ലെങ്കിൽ പിന്നെ ഒറ്റക്ക് എന്താണ് നിസ്കരിച്ചതായി എവിടെയും കൂട്ടത്തിലെ ഹദീസ് ഉണ്ടോ? ഇമാമോട് കൂടി പറഞ്ഞ് തറാവി 20 റക്അത്തോടു കൂടി നിസ്കരിച്ചതായി എവിടെയും പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദ്യം. എന്റെ ചോദ്യമാണ്, അന്തമില്ലാത്തവരുടെ ചോദ്യമല്ല. മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. അങ്ങനെ റിവായത്തിലെവിടെയും കണ്ടിട്ടില്ല. പക്ഷേ ഈ ഹദീസിന്റെ ലാസ്റ്റിൽ അബ്ദുറഹ്മാൻ അബ്ദുൽ ഖാരിയിൽ നിന്നും റിവായത്ത് ചെയ്യുന്ന ഹദീസിന്റെ ലാസ്റ്റിൽ കാണാം,
വല്ലദീന അനാമൂന അൻഹ ഖൈറും മിമ്മൻ യഖൂമൂൻ എന്ന്. അതായത് ഇശാ നിസ്കരിച്ച് കഴിഞ്ഞ ഉടനെ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന ഈ കൂട്ടരുണ്ടല്ലോ, അതിനേക്കാളും ഹൈറാണ് രാത്രിയുടെ അവസാന സമയത്ത് ഇത് നിസ്കരിക്കുന്നത് എന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി ആ ഹദീസിലുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു രാത്രിയുടെ അവസാനത്തെ നിസ്കാരമായിരുന്നു തറാവീഹ് നിസ്കരിച്ചിരുന്നത്. അത് നേരത്തെ ഞാൻ ചെറിയ സൂചിപ്പിച്ചും ചെയ്തല്ലോ. എവിടുന്ന് നമ്മള് പറഞ്ഞു, ഇമാം ഹലീമി രാത്രി ഉറങ്ങിയതിന്റെ ശേഷം അവസാനത്തിൽ നിസ്കരിക്കലാണ് അഫ്ളല് എന്ന് പറഞ്ഞു. അത് ശരിയല്ല എന്ന് മഖ്ദൂം തങ്ങൾ പറഞ്ഞോർത്ത് ഞാൻ ഉണർത്തി. സംഗതി അങ്ങനെയാണെങ്കിലും ബഹുമാനപ്പെട്ട ഇമാം ഹലീമി തങ്ങൾ പറയാൻ കാരണം, ഈ ഹദീസിന്റെ ലാസ്റ്റിൽ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ അവര് നിസ്കരിക്കാതെ കിടന്നുറങ്ങിയിട്ട് ലാസ്റ്റ് നിസ്കരിക്കുന്നതാണ് ഖൈറ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ അത് അനുസരിച്ച് അമൽ ചെയ്യുന്ന ആളായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു എന്നാ മനസ്സിലാക്കുക. ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിക്കലില്ല എന്നല്ല, മറിച്ച് ഈ ലാസ്റ്റ് പറഞ്ഞതുപോലെ ഇപ്പോൾ നിസ്കരിക്കാതെ ലാസ്റ്റ് നിസ്കരിക്കുന്നതാണ് ഇപ്പോൾ നിസ്കരിക്കുന്നതിനേക്കാൾ ഖൈറ് എന്ന് മനസ്സിലാക്കിയ ആളാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് അങ്ങനെയായിരുന്നു മഹാനവറുകളുടെ അമല് എന്ന് മനസ്സിലാക്കുക. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ മുമ്പ് ഒരിക്കൽ മൈക്കെടുത്ത് ചോദിച്ചപ്പോ രണ്ടാമത്തെ ഒരു ചോദ്യമായിട്ട് ചോദിച്ചതാണത്. അന്ന് പിന്നെ മൈക്ക് കേട്ടിട്ടില്ല, ക്ലിയർ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കിയ ഒരു ചോദ്യമാണ്. അതായത് നിസ്കാരത്തില് തുടർച്ചയായി തുമ്മുകയോ ചുമക്കുകയോ ഒക്കെ ചെയ്യുന്ന ആൾക്ക് ആ ചുമ ഒഴിവാക്കാൻ വേണ്ടി വിക്സ് പോലുള്ള എന്തെങ്കിലും മുട്ടായി നിസ്കാര സമയത്ത് വായിലിടാൻ പാടുണ്ടോ? അങ്ങനെ ചുമന്ന് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ചിലപ്പോ ഇമാമത്ത് നിൽക്കുമ്പോ ഫാത്തിഹയൊക്കെ കുറച്ച് ഓതണമല്ലോ, അപ്പൊ ആ ചുമയിൽ നിന്ന് വിഷമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുട്ടായി ഇടാൻ പാടുണ്ടോ എന്ന്. പിന്നെ അതിനോട് ചേർന്നിട്ടുള്ള ഒരു ചോദ്യമാണ്, ഒരാൾ ഫാത്തിഹയില് പെട്ടെന്ന് ലാസ്റ്റ് എത്തി വലല്ലാഹീൻ എത്തുന്നതിന് മുമ്പ് ഒന്ന് തുമ്മിയ പെട്ടെന്ന് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു പോയാൽ പിന്നെ ഫാത്തിഹ ഒന്നേന്ന് തുടങ്ങി ആദ്യം മുതൽ തുടങ്ങി അവസാനിപ്പിക്കണോ? അതെ ആ അവസാനത്തെ ഗൈറുൽ മഗ്ലൂബി എന്നുള്ള തുടങ്ങുന്ന ആ ഭാഗം മാത്രം ഓതി തീർത്താൽ മതിയോ എന്നാണ് സംശയം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അതെ, മുട്ടായി വായിലിട്ടാല് അത് ഉമിനീരിൽ കലർന്ന് ആ കലർന്ന ഉമിനീര് കീപ്പോട്ടിറങ്ങാൻ ഇട വന്നാൽ നിസ്കാരം ബാത്തിലാകും. കലർപ്പില്ലാത്ത ശുദ്ധമായ ഉമിനീരിറങ്ങുന്നതുകൊണ്ട് നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല. മിഠായിയോ അതുപോലുള്ള മറ്റെന്തെങ്കിലും വസ്തുക്കളോ വായിലിട്ട് അത് ഉമിനീരുമായി കലർന്ന ഉമിനീര് കീപ്പോട്ടിറങ്ങിപ്പോയാൽ നിസ്കാരം തന്നെ ബാത്തിലായി പോകും. അപ്പോൾ അത് ഉപേക്ഷിക്കേണ്ടതാണ്. ഒന്ന്. രണ്ടാമത്തത്, ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തുമ്മിയപ്പം അൽഹംദുലില്ലാ എന്ന് ചൊല്ലി, എന്നാൽ പിന്നീട് രണ്ടാമത് ബിസ്മി മുതൽക്ക് മടക്കി ഓതേണ്ടതാണ്. കാരണം ഫാത്തിഹയിൽ മുവാലാത്ത് വുജൂബാണ്. മുവാലാത്ത് ഫാത്തിഹയുമായി നേരിട്ട് അല്ലെങ്കിൽ തന്റെ നിസ്കാരവുമായി നേരിട്ട് ബന്ധമുള്ളതല്ലാത്ത ദിക്റാണെങ്കിൽ പോലും ഇടക്ക് വന്നാൽ ഫാത്തിഹയുടെ മുവാലാത്ത് മുറിയും. അപ്പോ നിസ്കാരവുമായിട്ട് ബന്ധമുള്ളതല്ലല്ലോ തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയുന്നത്, സാധാരണ സ്ഥിരമായുള്ളൊരു സംഗതിയല്ലേ. അപ്പൊ അങ്ങനെ ഒരാൾ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തുമ്മിയാൽ നിസ്കാരം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ നിസ്കാരം മാത്രമല്ല ദിക്റായതുകൊണ്ട്, പക്ഷേ ഫാത്തിഹയുടെ മുവാലാത്ത് മുറിയും. അപ്പൊ രണ്ടാമത് ബിസ്മി മുതൽ തഴക്കെന്ന് മടക്കി ഓതൽ വുജൂബാവും. അവിടുന്ന് ബാക്കിയുള്ളത് ഓതിയാൽ നിസ്കാരം തന്നെ സഹിയാകാതെ പോവും. കാരണം ഫാത്തിഹ വുജൂബ് വേടിയിട്ടില്ല, ഇതുവരെയുള്ള മുവാലാത്ത് മുറിഞ്ഞത് കൊണ്ട് ഫാത്തിഹയുടെ ഷർത്തൊത്തിട്ടില്ല. അപ്പൊ ഫാത്തിഹ സഹിയല്ല. ഓക്കെ, അപ്പൊ മടക്കി ഓതണം ഫാത്തിഹ. അൽ ഫാത്തിഹ ശരിയായ വച്ച ശരിയായെങ്കിൽ വന്നോളി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശബ്ദം വ്യക്തമായി കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഉസ്താദ്, എനിക്ക് ചോദിക്കാനുള്ളത്, ഞാനൊരു ഡോക്യുമെന്ററി കണ്ടു, അതായത് ബ്രിട്ടനിലെ മുസ്ലിംസിനെ കുറിച്ചിട്ടുള്ള ഡോക്യുമെന്ററി ആയിരുന്നു. അപ്പൊ അതിൽ നമസ്കാരം കാണിക്കുന്ന ഒരു സമയത്ത് അവര് ജമാഅത്ത് നിസ്കരിക്കുകയാണ്. അപ്പൊ അതിനൊപ്പം വന്ന് ചേർന്ന് ഒരാൾ നിസ്കാരം തുടങ്ങി കഴിഞ്ഞപ്പോ
പുള്ളിയുടെ തൊട്ടടുത്ത് നിന്നിരുന്ന ആള് ഒരു കൈ അഴിച്ചിട്ട് ഈ പുതിയതായിട്ട് വന്ന് ചേർന്ന ആളെ പിടിച്ച് അല്പം കയറ്റി നിർത്തുകയും സഫ് ശരിയാക്കിച്ച് നിർത്തുകയും ചെയ്തു. ഈ പുള്ളി നമസ്കാരത്തിലുള്ള ആളാണ്. അപ്പൊ അങ്ങനെ അനുവദനീയമാണോ അല്ലേന്ന് അത് കണ്ടപ്പോ അങ്ങനെ അനുവദനീയമാണോ അല്ലെന്നൊരു സംശയം തോന്നി. അതാണ് ചോദിച്ചത്. അതായത് നമസ്കാരത്തിൽ വന്നു ചേർന്ന ഒരാള്, നമസ്കാരത്തിൽ ഉണ്ടായിരുന്ന ഒരാള് ഒരു കൈ അഴിച്ചിട്ട് സഫ് ശരിയാക്കാൻ പിടിച്ച് വലിക്കുകയും ഫ്രണ്ടിലേക്ക് തള്ളി നിർത്തുകയൊക്കെ ചെയ്തു. അത് അനുവദനീയമാണോ അല്ലേ എന്നുള്ളതാണ് ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പിന്നെ ഉസ്താദ് ഒരു ദുആ വസിയത്തുണ്ട്. ഈ വ്യാഴാഴ്ച ഒരു ഇന്റർവ്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന് ഉസ്താദ് ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഖൈറാണെങ്കിൽ ആ ഇന്റർവ്യൂവിൽ അല്ലാഹു തആല വിജയിപ്പിക്കുകയും ജോലി അല്ലാഹു തആല എളുപ്പമാക്കുകയും ചെയ്യുമാറാകട്ടെ. ഖൈർ അല്ലെങ്കിൽ ഖൈറായതിലേക്ക് അല്ലാഹു തആല എത്രയും പെട്ടെന്ന് അടുപ്പിക്കുമാറാകട്ടെ എന്നത്. പിന്നെ ഡോക്യുമെന്ററി വിട്ടാളി. ഏതായാലും പുതുതായിട്ട് നിസ്കാരത്തിലേക്ക് കടന്നു വന്ന ആള് അറിവില്ലാത്തതിന്റെ പേരിലോ മറ്റോ സുന്നത്തായ രീതിയിലല്ല നിന്നത് എങ്കിൽ നിസ്കാരത്തിലുള്ള ആൾക്ക് ഈ പുറത്തുനിന്ന് ഇപ്പോ പുതിയതായിട്ട് വന്ന ആളെ സുന്നത്തുള്ള രീതിയിൽ നിർത്താൻ വേണ്ടിയിട്ട് കൈകൊണ്ട് പിടിച്ച് ആളെ നിർത്തൽ തുടർച്ചയായ 3 പ്രവൃത്തി വരാത്ത നിരക്കാണെങ്കിൽ അത് സുന്നത്താണ്, അനുവദനീയമാണെന്ന് മാത്രമല്ല സുന്നത്ത് തന്നെയാണ്. പക്ഷെ തുടർച്ചയായ 3 പ്രവൃത്തി വരാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്തതായി സഹിഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തങ്ങള് ചെറിയ കുട്ടിയായിരുന്നെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാത്രി നിസ്കാരം എങ്ങനെയെന്ന് കണ്ടുപഠിക്കാൻ വേണ്ടിയിട്ട് പിതാവാവുന്ന അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു. അങ്ങനെ അന്ന് രാത്രി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തഹജ്ജുദിന് എഴുന്നേറ്റപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല തങ്ങളും എഴുന്നേറ്റു, വുദൂ ചെയ്തു, നിസ്കാരം തുടങ്ങിയ നബി തങ്ങളുടെ അടുത്ത് ചെന്നിട്ട് ഇടതുവശത്ത് നിന്ന് തക്ബീർ കെട്ടി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടിയുടെ കൈയല്ല പിടിച്ചത്, ചെവിയ. കുട്ടികളാകുമ്പോൾ ഉസ്താദന്മാരെ ചെവി പിടിച്ചിരുമ്പോഴൊക്കെ കണ്ടില്ല ഞങ്ങള്. അങ്ങനെ ചെവിക്ക് പിടിച്ചിട്ട് ഇടതുവശത്ത് നിന്ന് വലത്തെ വശത്തേക്ക് പിടിച്ച് മാറ്റി നിർത്തി. അപ്പൊ അത് സുന്നത്താ. കാരണം കുട്ടിയാണ്, കുട്ടി അറിയാതെ സംഭവിച്ച. എന്നതുപോലെ ഈ വന്ന ആൾക്ക് എങ്ങനെയാണ് നിൽക്കേണ്ട സ്ഥലം എന്ന് കൃത്യമായി അറിയില്ലായിരുന്നു. അപ്പൊ സുന്നത്തായ രീതിയിലേക്ക് നിർത്താൻ വേണ്ടിയിട്ട് മറ്റേ ആൾക്ക് അങ്ങനെ കൈകൊണ്ട് പിടിച്ചിട്ട് മറ്റേ ആളെ മാറ്റി നിർത്താം. പക്ഷെ ഒന്നുണ്ട്, തുടർച്ചയായ 3 പ്രവൃത്തി വരാതിരിക്കാൻ സൂക്ഷിക്കണം എന്ന് മാത്രം. അസ്സലാമു അലൈക്കും. സൗണ്ട് കേൾക്കുന്നുണ്ട് ഉസ്താദ്? എന്റെ സംശയം, അത്തഹിയ്യാത്ത് ഓതുമ്പോ ചൂണ്ടാറില് ചൂണ്ടുമ്പോ മറ്റു വിരലുകൾ മടക്കി പിടിക്കണോ അതോ അതുപോലെ നിർത്തി വെച്ചാൽ മതിയോ എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ചൂണ്ടുക മാത്രല്ല, അത്തഹിയ്യാത്തിൽ ഇരിക്കുന്ന സുന്നത്തായ രൂപം തന്നെ നമ്മൾ പറഞ്ഞത് കൈ വെക്കേണ്ടത് ഇടത്തെ തുടയുടെ മേലില് വിരലുകളുടെ തല കാൽമുട്ടിനോട് നേരിടുന്ന നിലക്ക് അടുപ്പിച്ച് നിവർത്തി വെക്കുകയും വലത്തെ കൈ അങ്ങനെ നിവർത്തി വെച്ച ഉടനെ 3 വിരല്, ചെറുവിരലും അതുപോലെ തന്നെ അതിന്റെ അപ്പുറത്തുള്ള വിരലും നടുവിരലും മടക്കി ചൂണ്ടുവിരൽ നിവർത്തി താഴ്ത്തി വെക്കുകയും അതിന്റെ താഴെയായി പെരുവിരൽ വെക്കുകയും ചെയ്യലാണ് ആദ്യം തന്നെ സുന്നത്ത്. അങ്ങനെയാണ് മടക്കി പിടിച്ചുകൊണ്ട് തന്നെയാണ് വെക്കേണ്ടതെന്ന്. എന്നിട്ട് പിന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഹംസ ഉച്ചരിക്കുന്ന സമയത്ത്, ഇല്ലല്ലാഹ് എന്നതിൽ ഹംസ ഉച്ചരിക്കുന്ന സമയത്ത് ചൂണ്ടുവിരൽ ഉയർത്തുക. അപ്പോ 3 വിരൽ മടങ്ങിയിട്ടും വലിയ വിരല് ഈ ചൂണ്ടുവിരലിന്റെ താഴെ കിണിപ്പിന്റെ താഴെയായിട്ടും വെക്കുക, ചൂണ്ടുവിരൽ മാത്രം ഉയർത്തുക. ഇങ്ങനെയാണ്. അല്ലാതെ ബാക്കി വിരലൊക്കെ നിർത്തി വെച്ചിട്ട് ചൂണ്ടുവിരൽ മാത്രം ഉയർത്തിയാൽ ഹറാമൊന്നുമില്ല, പക്ഷെ സുന്നത്ത് നഷ്ടപ്പെടും. സുന്നത്തായ രീതി വിരലുകൾ മടക്കി വെക്കുക, ചൂണ്ടുവിരലല്ലാത്തത് മടക്കി വെക്കുക, ചൂണ്ടുവിരൽ താഴ്ത്തി നിർത്തി വെക്കുക, ഇല്ലല്ലാഹ് എന്ന് പറയുമ്പം ചൂണ്ടുവിരൽ ഉയർത്തുക. അങ്ങനെ സുന്നത്ത്. നമ്മളൊരു അൽഫാത്തി എന്താ, അയാൾക്ക് എന്താണ്, അയാൾ എന്തോ കുറെ നേരമാണ് ചോദ്യം ചോദിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഒരിക്കൽ മൈക്ക് എടുത്തിരുന്നപ്പോ പോയും ചെയ്തു തോന്നുന്നു.
ഒരിക്കൽ മൈക്ക് എടുത്തിട്ട് അപ്പോ അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ടില്ല, പിന്നെ മൈക്ക് അദ്ദേഹത്തിന് കിട്ടിയിട്ടുമില്ല. അദ്ദേഹത്തിന് അത്യാവശ്യമുള്ള ചോദ്യങ്ങളാണെങ്കിൽ ഇപ്പൊ കാണാനില്ല. ചോദ്യങ്ങളാണെങ്കിൽ ചോദിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ അഡ്മിന്മാരിൽപ്പെട്ട ആർക്കെങ്കിലും ഒരാൾക്ക് അത് PM അടിച്ച് ചോദിച്ചാൽ അവർ മൈക്കെടുത്ത് ചോദിച്ചോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, റമദാനിൽ മഗ്‌രിബിന്റെ ഇശാന്റെ ഇടയിൽ സൗദി അറേബ്യയിൽ ഞങ്ങളുടെ ഏരിയയിലൊക്കെ 2 മണിക്കൂർ നേരത്തെ ടൈം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇശാ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ കട തുറക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തറാവീഹിന് കൂടാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യാറാണ്, മഗ്‌രിബ് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഇശാ നിസ്കരിച്ച് തറാവീഹ് നിസ്കരിച്ച് റൂമിൽ നിന്ന് കട തുറക്കാനാണ് പോവാറ്. അങ്ങനെ ചെയ്യുന്നതിൽ വല്ല വിരോധമുണ്ടോ എന്നാണ് അതിനോടൊന്ന് ചോദിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം. മഗ്‌രിബ് നിസ്കരിച്ച് 1 മണിക്കൂർ ആയാൽ ഇശാ ആവൂല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മഗ്‌രിബ് ബാങ്ക് വിളിച്ചിട്ട് നമ്മളെ ഷാഫി മദ്ഹബ് അനുസരിച്ച് തന്നെ 1 മണിക്കൂറും 20 മിനിറ്റും കഴിയും. എന്നാൽ ഹനഫി മദ്ഹബും ഇവരുടെ ഹംബലി മദ്ഹബും അനുസരിച്ച് 1.5 മണിക്കൂറാവും. അതിന് കാരണം എന്താന്ന് വെച്ചാല്, മേഘത്തിലെ ചുമപ്പ് മാഞ്ഞാൽ തന്നെ ഷാഫി മദ്ഹബ് അനുസരിച്ച് ഇശാവും. മഞ്ഞയും വെള്ളയും കൂടി മറയണം, എന്നാലേ ഹനഫി മദ്ഹബിലും ഹംബലി മദ്ഹബിലും ഒക്കെ ഇശാന്റെ ശരിയായ വഖത്താവുള്ളൂ. അപ്പൊ അതുകൊണ്ട് 10 മിനിറ്റ് കൂടി കൂട്ടിയിട്ട് 1.5 മണിക്കൂറാ എടുക്കുക. അപ്പൊ ചുരുങ്ങിയത് ഷാഫി മദ്ഹബ് അനുസരിച്ച് മഗ്‌രിബ് ബാങ്ക് കൊടുത്തിട്ട് 1 മണിക്കൂറും 20 മിനിറ്റും എങ്കിലും കഴിഞ്ഞതിന് ശേഷമേ ഇശാ നിസ്കരിച്ചാൽ ഇശാ സഹിയാവുകയുള്ളൂ. അങ്ങനെ ആവാം. അല്ലാതെ ഇവരെ 2 മണിക്കൂർ ചെയ്യാൻ ബാക്കി കാത്തിരുന്നോളം എന്നാവശ്യമില്ല. ശരിയായ നിലക്ക് ഇശാ വഖത്ത്, അതിന് നല്ലൊരു പണിയുണ്ട്. ഈ റമദാൻ പറക്കണതിന്റെ തലേ ദിവസത്തെ ഇശാന്റെ വഖത്ത് എത്രയാ നോക്കുക. അതനുസരിച്ച് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവില്ല. ആ സമയത്ത് ഇശാ നിസ്കരിച്ചിട്ട് തറാവീഹ് നിസ്കരിച്ച് നിങ്ങൾക്ക് പീടിക പോയി തുറക്കാം. ഇനി അങ്ങനെ കഴിയൂലെങ്കിൽ പറഞ്ഞേക്ക് ഒരു 1:20 കഴിഞ്ഞതിന് ശേഷം മഗ്‌രിബ് നിസ്കരിച്ച് പൗതി തറാവീഹ് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അത് നിസ്കരിച്ച് പോയിക്കോളി. ബാക്കി പിന്നെ അത്താഴത്തിന് കുറച്ച് സമയം ഉണ്ടാവുമല്ലോ, ആ സമയത്ത് ബാക്കി നിസ്കരിച്ചാലും മതി. ഏതായാലും ഇശാഇന്റെ വഖത്ത് ശരിക്ക് കിടക്കുന്നതിന്റെ മുമ്പ് നിസ്കരിച്ചാൽ സഹിയാവൂല. പക്ഷേ ഇവിടെ 2 മണിക്കൂർ എടുക്കുന്നത് കൊണ്ട് ബാങ്ക് കൊടുക്കാൻ അത് കാത്തിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഈ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇശാ ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ട ആവശ്യം ഇല്ല. മഗ്‌രിബ് ബാങ്ക് കൊടുത്തോടം മുതൽ 1:20 ആയാൽ നമ്മളെ ഷാഫി മദ്ഹബ് അനുസരിച്ച് ഇശാന്റെ വഖത്താവും. ഇനി മറ്റുള്ള മദ്ഹബ് അനുസരിച്ച് സൂക്ഷ്മത വേണമെങ്കിൽ 1.5 മണിക്കൂർ. അപ്പൊ അതിന് മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് എത്രക്കാ നോക്കിയാൽ മതി. മഗ്‌രിബ് ബാങ്ക് കൊടുത്തിട്ട് 1.5 മണിക്കൂർ കൃത്യമാവുമ്പോൾ ഇശാവും. എന്തായാലും വില കണക്കനുസരിച്ച് ഇശാവും. അപ്പൊ നിസ്കരിച്ച ഇശാ നിസ്കരിച്ച് അതുപോലെ തന്നെ തറാവീഹ് നിസ്കരിച്ച് ഇവരുടെ ഇശാ നിസ്കാരം കഴിഞ്ഞ് തറാവീഹ് തുടങ്ങുമ്പോക്ക് നമ്മളെ നിസ്കാരം ഇശാവും തറാവീഹും ഒക്കെ കഴിയും. അങ്ങനെ നിസ്കരിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഉസ്താദ്, ഞാൻ പോണ വഴിക്ക് പള്ളിയിൽ കയറിയപ്പോൾ അവിടെ മറ്റേ ബാങ്ക് കൊടുക്കുകയും ഇതൊക്കെ ചെയ്യുന്ന ഒരു ക്ലോക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ സമയങ്ങളുടെ. അപ്പൊ അത് നോക്കിയപ്പോൾ ആ സമയത്ത് ബാങ്ക് കൊടുത്ത് കഴിഞ്ഞെന്നാണ്, ആ സമയം അനുസരിച്ചിട്ട് ബാങ്ക് കൊടുത്ത് കണ്ട സമയം കഴിഞ്ഞു. അപ്പൊ ഞാൻ ഇഖാമത്ത് കൊടുത്ത് ഞാൻ എന്റെ നിസ്കാരം നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരാൾ വന്നിട്ട് ആ സമയത്ത് ബാങ്ക് കൊടുത്തു. അപ്പൊ ഞാൻ നിസ്കരിച്ച് പൂർത്തിയാക്കി. പക്ഷെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത്? ആ നിസ്കാരം ബാങ്ക് തുടങ്ങിയതിന് മുമ്പാകോ ഇല്ലേ? അങ്ങനത്തെ ഒരു സംശയം വന്നു. അപ്പൊ ഉസ്താദ് എന്ന് പറഞ്ഞു തന്നെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വഖത്ത് കിടക്കലേ ഷർത്തുള്ളൂ, ബാങ്ക് കൊടുക്കൽ ഷർത്തില്ല. ബാങ്ക് വഖത്ത് കടന്നതിന് ശേഷം കുറെ താമസിച്ചിട്ട് കൊടുത്താലും ബാങ്ക് സഹിയാവും. വഖത്ത് കടന്ന ഉടനെ കൊടുത്തെങ്കിലേ ബാങ്ക് സഹിയാവുന്നില്ല. അപ്പം വല്ലാതെ എന്തെങ്കിലും കാരണവശാൽ 10 മിനിറ്റ് താമസിച്ചിട്ടുണ്ടെങ്കിൽ ഈ 10 മിനിറ്റ് കഴിഞ്ഞ് താമസിച്ച് ബാങ്ക് കൊടുത്തിട്ട് നിസ്കരിച്ചുവിടൂ എന്നില്ല. അപ്പൊ നമ്മൾ റമളാന്റേത് പറഞ്ഞേക്കന്നെ, റമളാനിൽ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ആ ബാങ്ക് കൊടുക്കല്. ആ ബാങ്ക് കൊടുത്തതിന് ശേഷം നിസ്കരിക്കാൻ പാടുള്ളൂ എന്നില്ല. വഖത്ത് കടന്നോ ഇല്ലേ എന്നാ നോട്ടം. വഖത്ത് കടന്നെങ്കിൽ ഓക്കെ നിസ്കരിക്കാം, ബാങ്ക് കൊടുത്താലും നിസ്കരിക്കാം, ഇല്ലെങ്കിലും നിസ്കരിക്കാം. വഖത്ത് കടന്നിരിക്കണം.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉസ്താദിനോട് എനിക്ക് പറയാനുള്ളത്, ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകൻ, എൻ്റെ ഉമ്മ സുഖമില്ലാതെ ഹോസ്പിറ്റലുണ്ട്, അതുകൊണ്ട് SGVയിൽ ദ്വാരക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു പറയണമെന്ന് പറഞ്ഞിനി. കാസർഗോഡ് മാലിക് ദിനാർ ഹോസ്പിറ്റലിലാണുള്ളത്. ഒരാഴ്ചയായി തോന്നുന്നു എനിക്ക്. സുഖമില്ലാന്ന് പറഞ്ഞെങ്കിൽ ഒരു അനക്കോയിലോ ഒന്നുമില്ല, അബോധാവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ദ്വാരക്കണം. ഏതാണ് ഖൈർ അത് ഇത്രയും പെട്ടെന്ന് ആവണമെന്ന് പറഞ്ഞിട്ടാണ് അവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തത് എന്ന് ഉസ്താദിനോട് ഞാൻ ഉണർത്തുന്നു. ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അസ്ഹാബുൽ ബദരീങ്ങളുടെയും ഹക്ക് കൊണ്ടും ബർക്കത്ത് കൊണ്ടും അഹ്ലു ബൈത്തിന്റെ കറാമത്ത് കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിക്ക് എത്രയും പെട്ടെന്ന് ഖൈറായത് എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. ഷിഫ അല്ലാഹു തആല ആയുസ് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പൂർണ്ണമായ ഷിഫയും ആഫിയത്തും കൊടുക്കുമാറാകട്ടെ. ആയുസ് എത്തിയതാണെങ്കിൽ ബുദ്ധിമുട്ടിലും വിഷമത്തിലും ആകാതെ ഹുസ്നുൽ ഖാത്തിമത്തിന്റെ മൗത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. തെക്കുമൽ ഉസ്താദിന് എന്താ ചോദിക്കാനുള്ളത്? ഇന്ന് ചോദ്യകർത്താക്കൾ കുറച്ച് കുറവ് കാണാണ്ട്. തറാവിയൊക്കെ ആളുകൾക്ക് തിരിഞ്ഞത് കൊണ്ടേക്കാരം. പിന്നെ തന്നെയല്ല, തറാവീഹ് ആദർശ ചർച്ചന്റെ ആ ചോദ്യത്തിന് നമുക്ക് പ്രസക്തിയില്ല. മസല സംബന്ധമായോ അതിന്റെ അടിസ്ഥാനപരമായ വിഷയങ്ങളിലോ സംശയം ഉണ്ടെങ്കിൽ അതേ നമ്മൾക്ക് ചോദ്യം പറ്റുള്ളൂ. ഇസ്കൊക്കെ ഇപ്പൊ കണ്ണും തുടച്ച് ഇങ്ങനെ വരിക, എവിടെ ഇസ്കോ ഇതൊക്കെ എന്നെപ്പോ കണ്ടിട്ട് തന്നെ ദിവസങ്ങളായി. സമയം ഒപ്പിക്കേണ്ട ആവശ്യമില്ല, ആളുകൾ ഉണ്ടെങ്കിൽ മാത്രം മതി, ഇല്ലെങ്കിൽ പെട്ടെന്ന് നിർത്തുപ്പം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, ഞാൻ ഇങ്ങനെ പ്രധാനപ്പെട്ട ചോദ്യകർത്താക്കള് കഴിഞ്ഞോട്ടെ എന്നുള്ളവർക്ക് ഇങ്ങനെ നിന്നായിരുന്നു. ഉസ്താദേ, ഒരു ചോദ്യം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഉസ്താദേ, നമ്മളിപ്പോ തറാവീഹ് 20 റക്അത്ത് നിസ്കരിച്ച് വിത്റും 3 റക്അത്ത് സാധാരണഗതിയിൽ പള്ളികളിൽ വെച്ച് നിസ്കരിക്കുന്ന ജമാഅത്തോട് കൂടെ, അപ്പൊ ഒരാള് വിത്ർ 11 റക്അത്ത് നിസ്കരിക്കണം എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാല് ആ വിത്ർ എങ്ങനെയാണ് അവിടെ 11 റക്അത്ത് ജമാഅത്തിന് പ്രാമുഖ്യം കൊടുക്കാതെ ഒറ്റയ്ക്ക് വീട്ടിൽ വെച്ചോ അല്ലാതെയോ 11 റക്അത്ത് നിസ്കരിക്കലാണോ ഉത്തമം? അതല്ല ഈ 3 റക്അത്ത് പള്ളിയിൽ വെച്ച് ജമാഅത്തോട് കൂടെയുള്ള വിത്റിന് മുഖ്യം കൊടുക്കലാണോ ഉത്തമം? മാത്രവുമല്ല, റമദാനിലല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ വീട്ടിലെ ഭാര്യയും ഒപ്പിച്ചോ അല്ലെങ്കിൽ കുടുംബമൊത്തോ ജമാഅത്തായിട്ട് വിത്ർ നിസ്കരിക്കുന്നതിൽ വല്ല ശ്രേഷ്ഠതയും ഉണ്ടോ എന്നും കൂടെ അറിയേണ്ടതുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതെ, മൈക്ക് 3-4 ദിവസമായി കട്ട് വന്നിട്ട് കുറെ ദിവസം മുന്നേ ഉസ്താദിനെ ഏൽപ്പിക്കേണ്ടതാണ്. കഴിഞ്ഞ മാസത്തെ സ്വലാത്ത് ഉള്ളതാണ്. 1,14,415 സ്വലാത്താണ്. ഉസ്താദ് കേൾക്കുന്നുണ്ടായിരിക്കും. കട്ട് കാരണം എനിക്ക് മൈക്ക് എടുക്കാൻ പറ്റണില്ല, ഉസ്താദിനെ ക്ലാസ് കേൾക്കാൻ പറ്റണില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ട് അല്ലേ? കേൾക്കുന്നുണ്ടായിരിക്കും സുഹൃത്തുക്കളെ. 1,14,415 സ്വലാത്തോടെ അടിച്ചിട്ടുണ്ട്. രണ്ടാമത് 4,444 സ്വലാത്ത് ഒരു സ്ത്രീ ചൊല്ലിയിട്ട് മുറാദ് ഹാസിലാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ട്. മൂന്നാമത് 8,888 സ്വലാത്ത് KSAയിൽ നിന്ന്, സൗദി അറേബ്യയിൽ നിന്ന് ഒരു സുഹൃത്ത് കൊറോണ വൈറസ് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മലയാളി പേര് പറയണ്ട എന്ന് പറയുന്നത് നമ്മുടെ ഒരു സുഹൃത്ത് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ 3 വിഷയം പ്രധാനപ്പെട്ടുണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഉസ്താദെ. അപ്പൊ 4,444 ഒരു സ്ത്രീ ചൊല്ലിയതാണ് നാട്ടിൽ നിന്ന്. അത് പിന്നെ 1,14,415 അത് ഉൾപ്പെടുത്തി ഉസ്താദ് ദുആ ചെയ്യണം. ഇന്നലെ തരണം കരുതി, മിഞ്ഞാന്ന് തരണം കരുതി, അതിന് സാധിച്ചിട്ടില്ല. ദുആ വസിയത്തോടെ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വിത്ർ നിസ്കാരം ആദ്യത്തിൽ ജമാഅത്തായി നിസ്കരിക്കുന്നതിനേക്കാൾ അഫ്ളല് ജമാഅത്ത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവസാനത്തിൽ നിസ്കരിക്കലാണ്. രാത്രിയുടെ അവസാനത്തിൽ നിസ്കരിക്കുകയാണെങ്കിൽ ജമാഅത്ത് നഷ്ടപ്പെടും. ആദ്യത്തിൽ നിസ്കരിക്കുകയാണെങ്കിൽ ജമാഅത്ത് കിട്ടും. എന്നാൽ ജമാഅത്ത് ഇല്ലെങ്കിൽ പോലും രാത്രിയുടെ അവസാനത്തിൽ നിസ്കരിക്കലാണ് ഉത്തമം. അപ്പോ
അങ്ങനെയുള്ള ആളുകൾ എന്താക്കുക, തറാവീഹ് നിസ്കരിച്ച് കഴിഞ്ഞ് ഇമാമുമായിട്ട് വിട്ടുപിരിഞ്ഞ് പോരുക. എന്നിട്ട് നമ്മുടെ സൗകര്യം പോലെ തഹജ്ജുദിന്റെ സമയത്ത് അത്താഴത്തിനൊക്കെ എഴുന്നേൽക്കുന്ന സമയത്ത് നിസ്കരിക്കുക. അത് ജമാഅത്തായിട്ട് വീട്ടിൽ നിന്ന് ആളുകൾ ഉണ്ടെങ്കിൽ വളരെ ഹൈറായി. ജമാഅത്ത് ഇല്ലെങ്കിൽ പോലും രാത്രി തറാവീഹിന്റെ കൂട്ടത്തിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നതിനെക്കാട്ടിലും നല്ലത് രാത്രിയുടെ അവസാനത്തിൽ വിത്ത് നിസ്കരിക്കലാണ്. അപ്പൊ 11 റക്അത്ത് തന്നെ നിസ്കരിക്കുന്നവർക്ക് 11 തന്നെ നിസ്കരിക്കും ചെയ്യാം. ജമാഅത്ത് കിട്ടിയാൽ ഹൈറ്, കിട്ടിയിട്ടില്ലെങ്കിലും ആദ്യത്തിൽ നിസ്കരിക്കുന്നതിനെക്കാട്ടിലും അതാണ് ഹൈറ്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, എനിക്ക് ചോദിക്കാനുള്ള കുറച്ചു നാൾ മുമ്പ് ഞാൻ ചെയ്തൊരു കാര്യമാണ്. അതായത് ഒന്നെടുപ്പ് തുടങ്ങിയപ്പോൾ പുറത്ത് ആള് ബെല്ലടിച്ചു. അപ്പോ ഒന്നോടെ പകുതി നിർത്തിയിട്ട് പോയി പുള്ളിയായിട്ട് സംസാരിച്ചു. കുറെ നേരം സംസാരിച്ചിരുന്ന് കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് ഞാൻ രണ്ടാമത് ഒന്നു കൊടുത്തു. അപ്പോ ഇത് ചോദിക്കാൻ കാരണം ഉസ്താദിന്റെ അടുത്ത് അതിന് ശേഷം ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 3 തവണ കൈ കഴുകിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അംഗം വൃത്തിയാക്കിയതിന് ശേഷം 4ാമത്തത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞതില്ല, അത് കുഴപ്പമില്ല, അറിഞ്ഞുകൊണ്ട് 3 കൂടുതലാക്കുന്നത് കറാത്താണെന്നാണ് ഉസ്താദ് പറഞ്ഞത്. അപ്പൊ എനിക്കറിയേണ്ട ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ ഞാൻ തിരിച്ചു വന്നതിന് ശേഷം അതിന്റെ ഇടയ്ക്ക് ഒന്നു മുറിയണ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ആ ഒന്നു തന്നെ തുടർച്ചയായിട്ട് എടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുവാലാത്ത് ഷർത്തില്ല, സുന്നത്തേ ഉള്ളൂ. അതായത് കുറച്ച് ഭാഗം ഒതു എടുത്തു കഴിഞ്ഞപ്പോ എന്തോ ആവശ്യത്തിന് വേണ്ടി തൽക്കാലം നിർത്തിവെച്ച്, ഇപ്പൊ നേരത്തെ പറഞ്ഞേക്ക് ഒരാൾ വന്ന് അയാളുമായിട്ട് കുറച്ചു നേരം സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കി ഭാഗം ഒതു ചെയ്താലും മതി. എന്നാൽ അങ്ങനെ കുറച്ചധികം സമയമായിട്ടുണ്ടെങ്കിൽ ആദ്യം മുതൽ ചെയ്യുന്നതാണ് അഫ്ളൽ. എന്നാൽ ബാക്കി തുടർച്ച എന്ന് പറഞ്ഞപ്പോ ഉദാഹരണം കൈ കഴുകി മുഖം കഴുകി കൈമുട്ടോടുകൂടി കഴുകി കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് സംസാരിക്കാൻ വന്ന് അവിടെ നിർത്തിവെച്ച് പോയി നമ്മൾ സംസാരം കഴിഞ്ഞ് വന്നിട്ട് ബാക്കി തല തടകി ചെവിയും തടവി കാലും കഴുകി മതി സംഗതിക്ക്. പക്ഷേ സമയം കുറെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം മുതൽക്ക് തന്നെ ചെയ്യുന്നതാണ് അഫ്ളൽ. പിന്നെന്താ, റമളാനിൽ അല്ലെങ്കിൽ വിത്റിന് ജമാഅത്ത് ഇല്ലേഷ്കുവോ? റമളാനിൽ മാത്രമേ വിത്ർ നിസ്കാരത്തിൽ ജമാഅത്ത് സുന്നത്തുള്ളൂ. റമളാൻ അല്ലാത്ത സമയത്ത് ജമാഅത്തായി നിസ്കരിക്കൽ സുന്നത്ത് ഇല്ലാത്ത നിസ്കാരങ്ങളിൽ പെട്ടതാണ് വിത്ർ. എന്നാൽ ഒരാൾ അങ്ങനെ ജമാഅത്തായി നിസ്കരിച്ചാൽ തെറ്റൊന്നുമില്ല, പക്ഷേ നല്ലത് ഒറ്റയ്ക്ക് നിസ്കരിക്കണം. റമളാനിൽ മാത്രമേ വിത്ർ നിസ്കാരത്തിൽ ജമാഅത്ത് സുന്നത്തുള്ളൂ. റമളാൻ അല്ലാത്ത സമയത്ത് ഒറ്റയ്ക്ക് നിസ്കരിക്കൽ സുന്നത്തുള്ള നിസ്കാരമാണ്. അങ്ങനെയുള്ള നിസ്കാരത്തിൽ ജമാഅത്തായി നിസ്കരിച്ചാൽ തെറ്റൊന്നുമില്ലെങ്കിൽ തോലും ഖിലാഫുൽ അഫ്ളലാണ്, ഒറ്റയ്ക്ക് നിസ്കരിക്കലാണ് കൂടുതൽ നല്ലത്. ഓക്കെ. ഇനി നരിയാക്കളെ സമയം ആയിനല്ലോ, അമ്പാട് പോയിന്. ചെറുതായിട്ടൊന്നും ദ്വാർക്കും വേണ്ടേ, ചെറുതായിട്ടൊന്നും ദ്വാർക്കും വേണം. ആധികാരിക വിഷയങ്ങൾ പറഞ്ഞിങ്ങനെ നമ്മളെ മച്ചമ്പാടി ഉസ്താദ് ഫൈസി അവർകള് നല്ലൊരു സംസാരത്തിനോട് തുടങ്ങിയതേ. ഇനി അപ്പൊക്കെ നമ്മൾ സമയമായപ്പോ ഞാൻ അതാണ് നിർത്തിച്ചുകാണ്ട് തുടങ്ങിയതാ. അപ്പൊ ഇനി മച്ചമ്പാടി ഫൈസി ഉസ്താദ് ഉണ്ടെങ്കിൽ അത് നന്നായി പറഞ്ഞോളി, മനസ്സിലായില്ലേ? എനിക്ക് പറയാൻ അറിയായല്ല, എനിക്ക് അതിനൊരു താല്പര്യക്കുറവാ. കാരണം അത് അത്ര സാധുക്കളായിച്ചങ്ങളെ ചെറുക്കത്തുമില്ല. ഇന്നാളൊരു ദിവസം പറഞ്ഞതുപോലെ തന്നെ അലൈസ മിൻകും റജുലുൻ റഷീദ് എന്ന് പറഞ്ഞില്ലേ, ഒരു ഒറ്റ ഒന്നെങ്കിലും ആ കൂട്ടത്തിൽ ഒരു തക്ലീഫുള്ള ജാതി ഇല്ല. റജുലുൻ റഷീദായിട്ട് ആ കൂട്ടത്തിൽ ആരും ഇല്ല. എന്താ കാട്ടണ? അതിന് ദ്വാരക്ക നമ്മള് ആ കൂട്ടത്തിൽ ഏതെങ്കിലും 1 2 എണ്ണോ എങ്കിലും ഒരു തക്ലീഫുള്ള ഒരു റഷീദായത് അള്ളാഹു തആല കൊടുക്കട്ടെ. ഓരോരോ കൊണ്ടുപോയിട്ട് കൈയിടും, എന്നിട്ട് പിന്നെ ഇങ്ങനെ കണ്ണ് നിർത്തി കയ്യും കാലിട്ടടിക്കും. അത് കണ്ടിട്ട് ബേജാറാകാം. പണ്ടായതാ. പണ്ട് ഞാൻ ഇപ്പൊ പറയണില്ല, പണ്ട് മർക്കസ് സമ്മേളനത്തിലേക്ക് സയ്യിദ് ഹാഷിം റിഫായി തങ്ങളെ ഉൾപ്പെടെയുള്ള കുവൈത്ത് നേതാനും പ്രതിനിധികൾ ക്ഷണിച്ചു. ഇറ്റങ്ങൾ അന്ന് എന്ത് ചെയ്തു? ഇറ്റങ്ങൾ അന്ന് ഈ ഹാഷിം റിഫായി എന്ന് പറയുന്നത് ഒരു ഭീകരവാദിയാണ് എന്നും അയാൾ ഇവിടെ വന്നാൽ
കേരളത്തിൽ വർഗീയത ഉണ്ടാകാൻ കാരണമാകും എന്നും ഇന്റലിജൻസിന് ന്യൂസ് കൊടുത്തു, കള്ള ന്യൂസ് കൊടുത്തു. അങ്ങനെ ആശിം ഡിഫായിക്കും മറ്റും വിസ അടിച്ചു കിട്ടിയില്ല, പോയി. നമ്മൾക്ക് വേറെ ആള് വന്നു, അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല എന്നുള്ളൂ. പക്ഷേ ഈ സാധുക്കൾക്ക് ബുദ്ധിയില്ലല്ലോ. പിന്നെ ഓരൊരു സമ്മേളനത്തിലേക്ക് ഇതേ ആശിം ഡിഫായിയെയും മറ്റും വിളിച്ചു, മന്ത്രിമാരുൾപ്പെടെ അയാളെ സ്വീകരിച്ചു, പല സ്ഥലത്തും കൊണ്ടുവന്നു. അതാ വരുന്ന അന്വേഷണം, ഇന്റലിജൻസിന്റെ അന്വേഷണം. കാരണം ചക്കിന് വെച്ചത് കൊക്കിന് വെച്ചത് കൊളക്കോയ്ക്ക് കൊണ്ട് എന്നറിഞ്ഞേക്ക്. എപിക്ക് വെച്ച കെണി സ്വന്തം തലേക്കാണ് കുടുങ്ങി. അങ്ങനെ ലീഗിന്റെ മന്ത്രിമാരും MLA-മാരും ഈ കൂട്ടരും ഒക്കെപ്പാടെ കണ്ണ് നിർത്തി ബേജാറായി. പണ്ടൊരു തള്ള പറഞ്ഞേക്ക്, നൈരി വരാൻ വേണ്ടിയിട്ട് യാസീൻ ഓതി അവസാനം പോയി കിട്ടാൻ വേണ്ടിയിട്ട് കത്തോതണ്ടി എന്ന് പറഞ്ഞു. എന്നേക്ക് ഇതേ ആശിം ഡിഫായിന്റെ കേസ് കൗത്തുനിന്ന് ഊരി കിട്ടാൻ വേണ്ടിയിട്ട് അയച്ച കഷ്ടപ്പാട് ഊരിനെ ഉണ്ടാക്കി വെച്ചതാണ്. എന്നതുപോലെ 2000 അല്ലെങ്കിൽ 2002 പാസ്സാക്കിയതാണ് ശൈശവ വിവാഹ നിയമം കുറ്റകരാണ് എന്നുള്ളത്. ഒരു പ്രശ്നവും ഇനി ഇറ്റങ്ങളൊക്കെ പാടെ 16കാർക്ക് വേണ്ടിയിട്ടൊരു യോഗം കൂടി ആകെ ഇടങ്ങാറാക്കി. ഇപ്പോ നാട്ടില് പ്രത്യേകിച്ച് ഈ അംഗനവാടി ടീച്ചർമാർ ഉൾപ്പെടെ ഉള്ള കുറച്ച് കീജാതിക്ക് പണി കുട്ടികളെ കല്യാണം മുടക്കാൻ നടക്കില്ല. ഇറ്റങ്ങൾ ഉണ്ടാക്കിച്ച വിത്തനാണ്. 10-14 കൊല്ലം മുമ്പ് ഉണ്ടായ നിയമത്തിന് ഒരു പ്രശ്നമില്ല. ഇവര് 16കാര് അറിഞ്ഞ് ചാടി കളിക്കാൻ തുടങ്ങിയവൻ പ്രശ്നമായി. എന്നതുപോലെ ഈ കാശ്മീരിൽ നിന്ന് എല്ലാ നിയമവും പാലിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട AP ഉസ്താദ് മർക്കസിലേക്ക് കുറെ പാവപ്പെട്ട എത്തിയും കുട്ടികളെ സ്വീകരിച്ചു. അന്ന് ഈ അമ്പലം അതുപോലെ തന്നെ ഒരു കൈക്കോട്ടും തായി ഒക്കെ ഉണ്ടല്ലോ ഞങ്ങക്ക്. കൈക്കോട്ടും തായി തന്നെയല്ലേ കിസിരിയെ പറയാ, അതോ ഇനി വേറെന്തോ തായിന്നോ? കൈക്കോട്ടും തായിന്ന് പറയാം നമ്മളില്ലേ, അതോ കൂടത്തായിന്നോ? കൂടത്തായി ആണല്ലോ, കൈക്കോട്ടും തായി അല്ല. ഏതായാലും ഒരു തായിയാണ്. അതായത് ഒരു അമ്പലം ഒരു തായും ഒക്കെ അവിടെ കൂടിക്കാണ്ട് അന്നൊരു പത്രസമ്മേളനം വിളിച്ചിട്ട് ഈ ഭീകരവാദികളുടെ പണം വാങ്ങാൻ വേണ്ടിയിട്ട് കാന്തപുരം ചെയ്തതാണ് ഈ കുട്ടികളെ കൊണ്ടുവന്ന്, കാശ്മീരിലെ കുട്ടികളെ കൊണ്ടുവന്ന് വിടുന്നത്. അതുകൊണ്ട് അതിനെപ്പറ്റി ഇന്ത്യൻ ഗവൺമെന്റ് അന്വേഷണം നടത്തണം. നോക്കിയാ നിങ്ങള് ഇപ്പൊ ആ കൈക്കോട്ടുണ്ടായും അമ്പലവും ഒക്കെ അവിടെ കൂടിയിട്ട് പത്രസമ്മേളനം നടത്തുക. എന്താണ്? വർഗീയതയാണ്. ഏതെങ്കിലും പാവപ്പെട്ട കുട്ടികളെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നതിന് എന്തിനാണ് ഇങ്ങനെ? ആദ്യം അവനാൻ വെക്കുന്ന പാര മനസ്സിലാക്കണം. നമ്മൾ അതിൽ സന്തോഷമൊന്നുമില്ല കേട്ടോ. ഇതുകൊണ്ട് ഈ വിവാഹ നിയമം പറഞ്ഞതുപോലെ ഇവര് ഈ നിയമവും അറിയില്ല, ഓർക്ക് വ്യവസ്ഥയും അറിയില്ല. ഏതൊരു രാജ്യത്തിനും ആ രാജ്യത്തിന്റെ നിയമം വ്യവസ്ഥിക്കുന്നുണ്ട്, അതൊക്കെ പാലിക്കണം. പുറത്തുനിന്ന് കുട്ടികളെ കൊണ്ടുവരണം, അതിനെന്താ കുഴപ്പമോ? കുട്ടികളെ കൊണ്ടുവരണമെങ്കിൽ അതിനാ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട അനുമതി വാങ്ങി നിയമപ്രകാരം ചെയ്യണം. ഇത് AP കൊണ്ടുവരുന്നുണ്ട് എന്നാ ഞമ്മക്കും വേണം, അത്രേ ഉള്ളൂ. AP കൊണ്ടുവരുന്നത് എങ്ങനെ? അതിന്റെ നിയമം വ്യവസ്ഥയും പാലിച്ചിട്ടാ. എന്നേക്ക് നിങ്ങൾക്കും അതൊന്നും ഓൽക്കറിയില്ലേ. AP ചെയ്യണ ഞമ്മളും ചെയ്യണം. അങ്ങനെ കൊണ്ടുവന്ന് ഇപ്പൊ കൗത്തു കുടുങ്ങി ഇങ്ങനെ കണ്ണു നിർത്തുക. ഏതായാലും അള്ളാഹു തആല ആ വിവാഹ നിയമത്തിൽ കൈയിട്ട് കൊളാക്കിയതുപോലെ ആക്കാതിരിക്കുമാറാകട്ടെ. വർഗീയവാദികൾ എന്നും മുസ്ലിങ്ങൾ എന്നും ചെരുപ്പൂത്തികളായി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ ആരോരും ഇല്ലാതെ, നോക്കാൻ ആളില്ലാതെ, സ്കൂളിലെ പ്രാഥമിക വിദ്യാഭ്യാസം പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെട്ട് തെരുവിൽ നശിച്ചു പോകുന്ന കുറെ കുഞ്ഞു ബാല്യങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ മുസ്ലിം യതീംഖാനകളിലും അഗതി അനാഥ മന്ദിരങ്ങളിലും എടുത്ത് പഠിപ്പിക്കുന്നത് സമുദായത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഹൈറാണ്. ആ ഹൈറ് ആര് ചെയ്താലും, സുന്നികളായ ആര് ചെയ്താലും സ്വാഗതാർഹമാണ്. അത് പക്ഷെ എന്തായിരിക്കണം? നമ്മൾ ഇന്ത്യ മഹാരാജ്യത്താണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കി ആ രാജ്യത്തിന്റെ നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് ചെയ്യണം. AP നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം അതാ. AP ചെയ്യുമ്പം അതിൻ്റെതായ ചിട്ടകളും നിയമങ്ങളും വ്യവസ്ഥകളും പാലിച്ചുകൊണ്ട് ചെയ്യും. നിങ്ങൾ അന്വേഷിക്കണം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അന്വേഷിക്കേണ്ടവരോടൊക്കെ പറഞ്ഞ് അന്വേഷിച്ചിട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇനി മേലിൽ എന്ത് വേണം? ചിട്ടകളും നിയമങ്ങളൊക്കെ പാലിച്ച് ചെയ്യണം. ഏതായാലും അല്ലാഹു തആല ഈ ഫിത്ന വളരാതെ മുസ്ലിം ഉമ്മത്തിന്, വിവരമില്ലാത്ത സാധുക്കൾക്ക് ഇൽമ പഠിപ്പിച്ച് അവരെ കൂടി സമൂഹത്തിന്റെ ഒപ്പം മുന്നോട്ട് കൊണ്ടുവരാൻ എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതിന് സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ സംഘടനകൾക്കും തൗഫീഖ് കിട്ടട്ടെ. നമ്മൾക്കാണ് ഇപ്പൊ ആ കൊടുക്ക് പറ്റിയിരുന്നതെങ്കിൽ ഇന്നിപ്പോ ഓര് എന്തായിരിക്കും? അത് എപ്പിനെ പിടിച്ച് പോലീസ് ഇങ്ങനെ ആ ചെടിമുൽ നിർത്തിയിട്ട് 2 കൂത്ത് എന്തൊക്കെ ഇനി പണ്ട് പറഞ്ഞിന്.
മക്കളെ പണ്ടത്തെ പടച്ചോൻ കാലം കൊണ്ടാണ്. ഇപ്പത്തെ പാടത്തെ പണിക്ക് വരമ്പത്ത് കൂലിയ. അള്ളാഹുത്തല കാക്കട്ടെ, മുസ്ലിം സമുദായത്തിൽ അള്ളാഹുത്തല സലാമത്താക്കട്ടെ. ഞാന് നിർത്തുകയാണ്, സമയമില്ല, ഇതിന്റെ വിഷയമല്ല അത്. അതിനിപ്പോ മച്ചമ്പാടി ഫൈസി ഉസ്താദ് നേരത്തെ നല്ലൊരു തുടക്കം തുടങ്ങിയിരുന്നു. അപ്പൊ പിന്നെ സമയമില്ലാത്തത് കൊണ്ട് ദർസ് തുടങ്ങിയതാണ്. ഇനി ബാക്കി മച്ചമ്പാടി ഉസ്താദ് നന്നായിട്ട് പറഞ്ഞു തരും, പറയണ്ടേ. ഞാൻ അതുപോലെ തന്നെ എന്റെ കീശിയിലുണ്ട്, തൊട്ട് താഴെ വന്ന് നിൽക്കണ്, ഓരൊക്കെ പറയും. ഞാനിപ്പോ പറയുന്നില്ല. അള്ളാഹു തആല മുസ്ലിം സമുദായത്തിന് ഹൈർ നൽകട്ടെ, സുന്നത്ത് ജമാഅത്തിന് അള്ളാഹു തആല ഇസ്സത്ത് നൽകട്ടെ. സുന്നത്ത് ജമാഅത്തിനെ ഒറ്റിക്കൊടുക്കാനും, അന്ന് ചോദ്യമില്ല, ശരിയ സമയം കഴിഞ്ഞു. സുന്നത്ത് ജമാഅത്തിനെ ഒറ്റിക്കൊടുക്കാനും അതിനെ ശല്യം ചെയ്യാനും ആര് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്ക് അള്ളാഹു തആല സൽബുദ്ധി കൊടുക്കുമാറാകട്ടെ. അതിന് ഇല്ലെങ്കിൽ അള്ളാഹു തആല അവർക്ക് അങ്ങനെ സൽബുദ്ധി കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഷർറിൽ നിന്നിട്ട് മുസ്ലിം സമുദായത്തെ അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല 1,14,000 ചില്ലാനും സ്വലാത്ത് ചൊല്ലിയ സ്വലാത്ത്, പ്രത്യേകിച്ച് ഒരു സഹോദരി സ്വന്തമായി 4,444 സ്വലാത്ത്, അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകിച്ച് കൊറോണ വൈറസ് പോലെയുള്ള ഗുരുതരമായ രോഗങ്ങളുടെ ഷർറിൽ നിന്ന് സലാമത്താകാൻ വേണ്ടിയിട്ട് 8,000 ചില്ലറ സ്വലാത്ത് ചൊല്ലിയ സഹോദരന്റെ സ്വലാത്ത് ഒക്കെ അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. അവരുടെയൊക്കെ ഖൈറായ മുറാദുകൾ ആ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ടും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹക്ക് ജാഹ് കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഹൈറായ മുറാദുകളും ഹാസിലാക്കുമാറാകട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു തആല സലാമത്താക്കുമാറാകട്ടെ. അതുപോലെ തന്നെ രോഗിയായി ബോധമില്ലാതെ ആശുപത്രിയിൽ കിടക്കുന്ന ആ ഉമ്മക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹൈറായത് എന്താണോ അത് എളുപ്പമാക്കുമാറാകട്ടെ. ആയുസ് ഉണ്ടെങ്കിൽ പൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ. അജലെത്തിയതാണെങ്കിൽ പൂർണ്ണമായ ഹുസ്നുൽ ഖാത്തിമത്തോടുകൂടി അള്ളാഹു തആല വഫാത്ത് എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. റഹ്മാനുർ റബ്ബേ, ഞങ്ങളൊക്കെ പാവികളാണ്, ദോഷികളാണ്, നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. റബ്ബേ, നല്ലത് പറയാനും നല്ലത് ചെയ്യാനും നല്ലവരോടൊപ്പം ഒരുമിച്ച് കൂടാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കണേ അള്ളാഹ്. പടച്ചവനെ, സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിനായി ഇൽമും ഹിക്മത്തും ആഫിയത്തും ദീർഘായുസ്സും തന്ന് അനുഗ്രഹിക്കണേ അള്ളാഹ്. ഞങ്ങളെ ബഹുമാനപ്പെട്ട നേതാക്കള്, സാദാത്യങ്ങള്, സംഘടനാ പ്രവർത്തകന്മാര്, അവർക്കൊക്കെ നീ ഹൈറും ബറക്കത്തും നൽകണേ അള്ളാഹ്. പ്രത്യേകിച്ച് ലോകത്തിന്റെ നാനാഭാഗത്തും സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി വിശ്രമമില്ലാതെ ഓടി നടക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട ബഹുമാന്യനായ ഖമറുൽ ഉലമ ഉസ്താദ് അവർക്കും ബഹുമാനപ്പെട്ട മഹാനായ ഞങ്ങളെ എം.എ. ഉസ്താദ് അവർക്കും അതുപോലെയുള്ള എല്ലാ മഹാന്മാർക്കും ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അള്ളാഹ്. ശത്രുക്കളുടെ എല്ലാ കെണിവലകളിൽ നിന്നിട്ടും ഫിത്നകളിൽ നിന്നിട്ടും അവരെ നീ സലാമത്താക്കണേ റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിന്റെ ഹാദിമീങ്ങളായി ലോകത്തുള്ള എല്ലാവർക്കും SSF-ന്റെയും SVS-ന്റെയും അതുപോലെ തന്നെ ICF-ന്റെയും ഒക്കെ അതുപോലെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർക്കൊക്കെ നീ സലാമത്തും ഐശ്വര്യവും കൊടുക്കണേ തമ്പുരാനെ. എല്ലാവിധ ഫിത്ന ഫസാദുകളിൽ നിന്നും ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഷെറുകളിൽ നിന്നിട്ടും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെയൊക്കെ ജോലികളിലും ബിസിനസ്സുകളിലും ഏർപ്പാടുകളിലും ഒക്കെ നിന്റെ കാവലും രക്ഷയും ഐശ്വര്യവും ബറക്കത്തും തന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ പ്രവർത്തിക്കാനുള്ള ഇൽമും ഹിക്മത്തും ആഫിയത്തും തൗഫീഖും ഞങ്ങൾക്ക് നീ ഏറ്റിത്തരണേ അള്ളാഹ്. പഠിച്ചവനെ, ഞങ്ങളെ ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണേ അള്ളാഹ്. മക്കളില്ലാത്തവർക്ക് നീ സ്വാലിഹായ സന്താനങ്ങളെ കൊടുക്കണേ അള്ളാഹ്. ഞങ്ങളുടെ മക്കളെ നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അള്ളാഹ്. അവരൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ ഹാദിമീങ്ങളാക്കണേ അള്ളാഹ്. ആഖിർ സമാന്റെ ഫിത്നയിലും ഫസാദിലും വലാലത്തിലും പെട്ട് നാശപ്പെടുന്ന കൂട്ടത്തിൽ ഞങ്ങളെയോ ഞങ്ങളുടെ മക്കളെയോ ഞങ്ങളുടെ ശിഷ്യന്മാരെയോ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെയോ നീ ഉൾപ്പെടുത്തണേ അള്ളാഹ്. ദീനിന് വേണ്ടി സുന്നത്ത് ജമാഅത്തിന് ഖിദ്മത്ത് ചെയ്യാൻ അവർക്കും ഞങ്ങൾക്കും നീ തൗഫീഖ് തരണേ റഹ്മാനെ. പഠിച്ചവനെ, മാറാവ്യാധി ഭീകരമായ രോഗങ്ങൾ തന്നുകൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അള്ളാഹ്. ഞങ്ങളിലും ഞങ്ങൾക്ക് ബന്ധപ്പെട്ടവരിലുമുള്ള എല്ലാ വാഹിരിയും ബാത്തിനിയുമായ രോഗത്തെ നീ ശിഫയാക്കണേ റഹ്മാനെ. റഹ്മാനുർ റബ്ബേ, പെട്ടെന്നുള്ള മരണം കൊണ്ട് ഞങ്ങളെ നീ പിടികൂടല്ലേ അള്ളാഹ്. വസിയത്ത് പറയാനും അക്കടപാടുകൾ വീട്ടാനും തൗബ ചെയ്യാനുമുള്ള ഒരു സാവകാശം ഞങ്ങൾക്ക് നീ തരണേ റഹ്മാനെ. നിന്ന് നിസ്കരിക്കാനും സുജൂദ് ചെയ്യാനുള്ള ആഫിയത്ത് അവസാനം വരെ തരണേ അള്ളാഹ്. സ്വന്തം കാര്യം നിർവഹിക്കാനുള്ള ആഫിയത്ത് മരണം വരെ ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണേ അള്ളാഹ്. ഞങ്ങളുടെ ആഫിയത്ത് എടുത്തു കളഞ്ഞ് ഞങ്ങളെ നോക്കുന്ന പരിചരിക്കുന്നവർക്ക് ഒരു ബാധ്യതയാക്കി ഞങ്ങളെ നീ കിടത്തല്ലേ അള്ളാഹ്. ജീവിക്കാനും കുടുംബം പോറ്റാനും ആരാന്റെ മുന്നിൽ കൈനീട്ടി യാചിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നീ എത്തിക്കല്ലേ റഹ്മാനെ. ഹലാലായ ഐശ്വര്യം തന്ന് അനുഗ്രഹിക്കണേ അള്ളാഹ്. പടച്ചവനെ, നല്ലത് ചെയ്യാൻ, നല്ലത് പറയാൻ, നല്ലവരോടൊപ്പം ഒരുമിച്ച് കൂടാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അള്ളാഹ്. അവസാനം മരണം ഹൈറാവുന്ന സമയത്ത് നല്ല സ്ഥലത്ത് നല്ല സമയത്ത് നല്ല ആളുകളുടെ സാന്നിധ്യത്തിൽ വെച്ച് ഹക്കടപാടുകളൊക്കെ വീട്ടി വസിയത്ത് പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അള്ളാഹ്. മരിക്കുന്നതിന് മുമ്പ് പല പ്രാവശ്യം നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ അള്ളാഹ്.
പടച്ചവനെ മരണസമയത്ത് അവിടുത്തെ സാന്നിധ്യം, ആത്മീയ സാന്നിധ്യം കൊണ്ട്, അവിടുത്തെ ഷർഫാക്കപ്പെട്ട തിരുനാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുന്നത് കേട്ട് ഏറ്റു ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാഹ്. ഞങ്ങളുടെ ഖബറിടം നീ സ്വർഗത്തോപ്പാക്കി തരണേ റഹ്മാനെ. അള്ളാഹുവേ, നാളെ മഹ്ശറാവാൻ സഭയിൽ ചുട്ടുപൊള്ളുന്ന സമയത്ത് ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങളെല്ലാവരെയും ഈ ദീനിന്റെ പേരിൽ അല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് ഈ ലക്ഷ്യമില്ല. ഇതുകൊണ്ട് റബ്ബേ, നാളെ അർശിന്റെ ചോട്ടിൽ ഒരുമിച്ച് കൂടാൻ, ആ തണലിൽ ഒരുമിച്ച് കൂടാൻ ഇത് സബബായി ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാഹ്. നിന്റെ ഷറഫാക്കപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്താണ് ഞാൻ തിർക്കയിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. ഹബീബിന്റെ ഷഫാഅത്ത് കൊണ്ട് വിജയിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ എളിയവരായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ തെറ്റിന്റെ കാരണങ്ങളാൽ നിന്റെ കോപത്തിന്റെ വീടാവുന്ന നരകത്തിൽ ഞങ്ങളെ നീ കിടത്തല്ലേ അല്ലാ. നിന്റെ മഹബ് ഫദ്ലു കൊണ്ട് നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ തുക്കുചെല്ലണേ റഹ്മാനെ. പ്രയാസമേറിയ സിറാത്ത് പാലം മിന്നിൽ വേഗം വിട്ടുകിടന്ന് നിന്റെ റഹ്മത്തിന്റെ വീടാവുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ നിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മുത്തഖീങ്ങളോടുകൂടി ഒരുമിച്ച് കൂടി നിന്റെ ലിഖാ കണ്ട് ആനന്ദിക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. അർഹമുർ-റഹീമായ റബ്ബേ, നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മുത്തഖീങ്ങൾ, പ്രത്യേകിച്ച് ഞങ്ങളുടെ നേതാക്കളായ ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ പാപ്പ തുടങ്ങി മരണപ്പെട്ടു പോയ ഒരുപാട് ഉസ്താദന്മാരുണ്ട്, ഒരുപാട് സാദാത്യങ്ങളുണ്ട്. അവരുടെ ഒക്കെ ദറജ നീ ഏറ്റിക്കൊടുത്ത് അവരുടെ ജിവാറിലായി നാളെ സ്വർഗത്തിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഉസ്താദന്മാര്, എ.പി. ഉസ്താദിനും എം.എ. ഉസ്താദിനും അതുപോലെ ഞങ്ങളുടെ നേതാക്കൾക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് ഒരുപാട് കാലം കൊടുത്ത് സുന്നത്ത് ജമാഅത്തിന് നേതൃത്വം നൽകാനും അവർ കാണിച്ചു തരുന്ന സരണിയിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിലായി മുന്നേറാനും ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് തന്ന